ഹേ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജേർണി വിത്ത് വിസ്മോ. സോ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിശ്വസിക്കുന്നു. എന്തായാലും നമ്മൾ ഒരു സ്റ്റഡി വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു സ്റ്റഡി ടിപ്സ് വീഡിയോയുടെ സമയത്ത് കുറേ പേര് ചോദിച്ചു, അതായത് എല്ലാ സബ്ജക്റ്റും ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് സയൻസ് സബ്ജക്റ്റ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എങ്ങനെയാണ് ഈ 3 സബ്ജക്റ്റും ഞാൻ പഠിക്കുന്ന രീതി അങ്ങനെയൊന്നും ഇല്ല, എന്നാലും അതൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് കെമിസ്ട്രിയാണ്. പിന്നെ എല്ലാവർക്കും സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ഒക്കെ കിട്ടുമെന്ന് അറിയില്ല, എല്ലാ സബ്ജക്റ്റും ഒന്നും കിട്ടിയില്ല. എനിക്ക് ആകെ ഫിസിക്സും കെമിസ്ട്രി എന്തേ കിട്ടിയുള്ളൂ. ഞാൻ ഒരുപാടൊന്നും തുറന്നു നോക്കാനൊന്നും പോയില്ല. അത് പോട്ടെ, കമ്മിങ് ബാക്ക് ടു അവർ പോയിന്റ്. ഞാനിപ്പോൾ എഴുതിക്കൊണ്ട് തകർക്കുന്നത് ഫസ്റ്റ് ടേമിലെ നോട്ട്സാണ്. എക്സാമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതൊന്നും പോലും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 3rd ചാപ്റ്റർ ഞാൻ ഒന്നേന്ന് എഴുതുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ കെമിസ്ട്രി പഠിക്കുന്ന ഒരു മെത്തേഡ്, അങ്ങനെ മെത്തേഡായിട്ടൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. ഞാൻ പിന്നെ എല്ലാ സബ്ജക്റ്റും മാത്സ് ഒഴികെ ബാക്കി എല്ലാം ഏകദേശം ഒരുപോലെയാണ് പഠിക്കുന്നത്. അതായത് ഇപ്പോൾ കെമിസ്ട്രി പറയുകയാണെങ്കിൽ കെമിസ്ട്രി ആദ്യം ഞാൻ എല്ലാം ടെക്സ്റ്റൊക്കെ വായിച്ച് പഠിച്ച് കണ്ടൻ്റ് എല്ലാം മനസ്സിലാക്കി ഫുൾ വായിച്ച് പഠിക്കും. വായിച്ച് പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ട്യൂഷനിലൊക്കെ സാറ് പഠിപ്പിക്കുന്നത് നോട്ട്സ് എഴുതും. പിന്നെ ടെസ്റ്റ് പേപ്പർ ഇടുന്നതൊക്കെ പഠിക്കുക. അതിന് വേണ്ടി പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ലേബർ ഇന്ത്യയുടെ വർക്കൗട്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്കും ആ സബ്ജക്റ്റ് സെറ്റാവും. അതാണ് കെമിസ്ട്രിയുടെ കാര്യം. അടുത്തതായി ഫിസിക്സും 3G അവസ്ഥയിൽ ഇരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴും ഫസ്റ്റ് ടേമിൽ കിടക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ നോട്ട്സൊക്കെ കംപ്ലീറ്റ് ആക്കലായിരുന്നു. ഇന്നലെ ഇപ്പോൾ അവധിയായി. ഇന്നലെ നമുക്ക് ട്രിവാൻഡ്രം ജില്ലയ്ക്ക് അവധിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഫുള്ളിരുന്ന് നോട്ട്സ് കംപ്ലീറ്റ് ആക്കലായിരുന്നു പരിപാടി. ഇനിയിപ്പോൾ ഫിസിക്സ് പഠിക്കുന്നതും സിമിലർ ടു കെമിസ്ട്രിയാണ് മെത്തേഡ്. കണ്ടൻ്റ് എല്ലാം വായിച്ച് പഠിക്കും. പിന്നെ ഫിസിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിതിൽ ഈ പ്രോബ്ലം ഉണ്ട് മാത്സ് പോലെ. അപ്പം ഇക്വേഷൻസും പ്രോബ്ലമും ഒക്കെ ചെയ്ത് പഠിക്കും. അപ്പോൾ അത് കുറച്ചും കൂടെ കത്തും. പിന്നെ സ്കൂളിലും ട്യൂഷനൊക്കെ ടീച്ചർ പഠിപ്പിക്കുന്നത് നോട്ട് എഴുതുമ്പോഴും 2 ടൈംസ് ഒക്കെ എഴുതിക്കൊണ്ട് ചെല്ലാൻ പറയും. അപ്പോൾ അങ്ങനെ പഠിക്കും. പിന്നെ എല്ലാം വായിച്ചൊക്കെ തന്നെയാണ് ഞാൻ എല്ലാ സബ്ജക്റ്റും മെയിൻലി പഠിക്കുന്നത്, മാത്സ് ഒഴികെ. പിന്നെ എല്ലാ ചാപ്റ്ററും പഠിച്ചു കഴിയുമ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ പ്രധാന ഗുരുവായ ലേബറിൻ്റെ അടുത്ത് എല്ലാവർക്കും ഒന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതും പക്കയാവും. പിന്നെ ഉള്ളത് ബയോളജിയാണ്. ബയോളജിക്കും അങ്ങനെ എടുത്തു പറയാനായിട്ടൊന്നുമില്ല. ഫിസിക്സിൽ പ്രോബ്ലം ഉണ്ട്, ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇത് ബയോളജിയിൽ ഡയഗ്രാം ആണുള്ളത്, വരയ്ക്കാനും ലേബൽ ചെയ്യാനും. അപ്പോൾ വരയ്ക്കാനുള്ള പാർട്ട് വരച്ച് ഞാനങ്ങനെ പഠിക്കാറില്ല. നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ കൂടെ അങ്ങ് ഓർത്ത് വെച്ച് പോകുള്ളൂ. പാർട്സൊക്കെ പഠിക്കും, അതിൻ്റെ ഫങ്ഷൻസൊക്കെ അങ്ങനെ പഠിക്കും. ബയോളജി വായിച്ച് തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് വേ ആണല്ലോ പഠിത്തം. ഞാൻ പഠിക്കുന്ന മെത്തേഡാണെങ്കിൽ എനിക്കിങ്ങനെ വായിച്ച് പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടെ മനസ്സിലാകുന്നത്. അതായത് വെറുതെ ഇരുന്ന് വായിച്ച് പഠിക്കുന്നതെന്നല്ല, ഇങ്ങനെ കുറേ നേരം നടന്ന് വീട് മുഴുവൻ ചുറ്റിക്കറങ്ങി നടന്ന് പഠിക്കുമ്പോഴാണ് ഉറച്ച് വായിച്ച് പഠിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ചിലർക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ എഴുതി പഠിക്കുമ്പം സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഒക്കെയാണ് മനസ്സിലാകുന്നത്. അതെന്തോ ആവട്ടെ, നമ്മളിപ്പം പഠിച്ചാൽ മതിയല്ലോ സംഭവം. പറഞ്ഞു വന്നത്, എങ്ങനെ പഠിച്ചാലും കണ്ടൻറ്റ് നല്ലോണം മനസ്സിലാക്കുക. പിന്നെ ബയോളജിയിൽ ഡയഗ്രാം ഒക്കെ ഉള്ളത് നല്ലോണം വരച്ച് പഠിക്കുകയാണ്. ഇപ്പം ഞാൻ ഈ തകൃതിയെ വരച്ചുകൊണ്ടിരിക്കുന്നത് ഐൻ്റെ പടമാണ്. നമുക്കിന്ന് ഐ വരെ പഠിപ്പിച്ചു. ഇന്ന് സ്കൂളിൽ ക്ലാസ് ഉണ്ടായിരുന്നു, അങ്ങനെ ഐ വരെ പഠിപ്പിച്ച്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം ഞാനൊരു 1/4 മണിക്കൂറിനൊടുവിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സ്കെച്ച് എടുത്തൊന്നും അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ 1/4 മണിക്കൂറെടുത്ത് വരച്ച് മാച്ചൊക്കെയാണ് ഞാനിത് കംപ്ലീറ്റ് ആക്കിയത്. എങ്ങനെയുണ്ടെന്ന് പറയുക. പിന്നെ ബാക്കി വീഡിയോസൊക്കെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.